ഘടകപൂരങ്ങൾ ഓരോന്നായി തെക്കിൻകാട്ടിലേക്ക് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പൂരമെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനാണ്. ബ്രഹ്മസം മഠത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം പ്രമാണി കോങ്ങാട് മധുവാശാനാണുള്ളത്. എത്രത്തോളം കേമാക്കാൻ പറ്റുമെന്ന് ചോദിക്കേണ്ട, എല്ലാ കൊല്ലവും കേമാവാറുണ്ട്. പൂർവാധികം കേമാവണം, ഭംഗിയാവണം എന്ന് വിചാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിന് ഭഗവതിയുടെ കയ്യിലാണല്ലോ. പൂർവാധികം ഭംഗിയാവുമെന്ന് വിചാരിക്കുക. കാരണം കാലാവസ്ഥയെല്ലാം ഇക്കൊല്ലം നല്ല യോജിപ്പായി കണ്ടിട്ടുണ്ട്. മറ്റേ മഴക്കാലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടല്ലോ, കൊല്ലം ഇതേവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭംഗിയാവും എന്ന് പ്രതീക്ഷിക്കണം, എന്ന് പ്രാർത്ഥിക്കണം. അതേ ഉള്ളൂ. ഈ വലിയൊരു പാരമ്പര്യമുള്ളതാണ് പഞ്ചവാദ്യം. ഏതാണ്ട് 100 വർഷം അല്ലെ, തിരുവല്ലാമലയിൽ തുടങ്ങി 100 വർഷക്കാലം ഇതുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, ഏറ്റവും കേമപ്പെട്ട ഒരു വേദി ഇതാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് അതിൻ്റെ പ്രമാണം വരികയാണ്. എങ്ങനെയാ ഒരു അവസരത്തെ അങ്ങ് കാണുന്നത്? എങ്ങനെയാണ്? അതായത് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതിട്ട് ചെയ്യിച്ചിട്ടുള്ളത്, അത് നമ്മളെ കൊണ്ട് ഇതിനകത്തോളം ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കി നേരെയൊക്കെ നോക്കുക ദൈവമാണ്, അത്രേ നമുക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് ദൈവം പെരുമാറിയിട്ടുള്ളത്. അത് നമുക്കുള്ള അനുഭവങ്ങളും അതാണ്. നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടുന്ന് ഉണ്ടാക്കി തരുന്നതാണ്. അത് ഭംഗിയാക്കി ആക്കാറുണ്ട്. നമ്മൾ ഈ പാണ്ടിമേളം ഭയങ്കരമായിട്ട് ആളുകളെ ത്രസിപ്പിക്കുന്നു പറയുന്നു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ മഠത്തിൽ വരെ പഞ്ചവാദ്യം നോക്കിയാൽ തന്നെ നമ്മൾ കുറച്ച് കാൽപ്പനികമായിട്ട് പറഞ്ഞ അറിയാലീലകൾ പോലും താളം പിടിക്കുന്നു. ഈ കൂട്ടിക്കെട്ടലും കൊട്ടലും അതൊക്കെ എങ്ങനെയാണ് അത് ശരിക്കും അതിൻ്റെ ഒരു മാജിക് എന്താ? അത് പ്രത്യേകിച്ച് മാജിക്കൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്പം ചെയ്യാൻ പറ്റണു എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല. അത് ആ പരിപാടി പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ചെയ്യുക. അത് ഭംഗിയാക്കേണ്ടത് ദൈവമാണ്, അത്രയേ ഉള്ളൂ. അതിലൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, മധുവേട്ടൻ 20 വർഷത്തിലധികം കലാമണ്ഡലത്തിലെ തിമില വിഭാഗം അധ്യാപകനും വകുപ്പ് മേധാവിയൊക്കെ ആയിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം പഞ്ചവാദ്യത്തിൽ തിമില കൂട്ടുക. അദ്ദേഹത്തിൻ്റെ തിമിലയിലെ കൂട്ടിക്കൊട്ടലുകളും കാലം നിരത്തലുമൊക്കെ ഇന്നും ആ പല്ലാവൂർ പരമ്പരയുടെ ഇന്നത്തെ കാവലാളാണ് ശരിക്കും പറഞ്ഞാൽ മധുവേട്ടൻ. ആ പരമ്പര ശരിക്കും വിരൽ വിന്യാസത്തോടുകൂടി പഞ്ചവാദ്യം മഠത്തിൽ നിന്ന് ആരംഭിക്കുമോ, നേരത്തെ ശ്രീധരൻ ചോദിച്ച പോലെ അരയാലീലകൾ വരെ ത്രസിക്കുന്ന ഇവിടുത്തെ പതികാലത്തിൻ്റെ ആ സംഗീതം നിറഞ്ഞൊഴുകുന്ന പതികാലവും, നടുവിലാലിൽ ആളുകളെ ആവേശത്തിരയിലാക്കുന്ന ഇടകാലവും, ത്രിപുടയിലെ ആ തനിയാവർത്തനം സംഗീത കച്ചേരികളെപ്പോലും വെല്ലുന്ന രീതിയിൽ ത്രിപുടയിലെ 14 അക്ഷരം, 7 അക്ഷരം, 3 അക്ഷരം ത്രിപുടകളും, അതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന തിമിലയടച്ചിലും, ഒരു പഞ്ചവാദ്യത്തെ എത്ര കണ്ട് ഭംഗിയാക്കാം. അത് ഒരു അധ്യാപകൻ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ചോദ്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ ഈ അന്നമനട എന്നാണ് അങ്ങ്, അതിനുശേഷമാണ് അങ്ങ് പ്രമാണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം പേര് കേട്ട ആളാണ്, അന്നമനട ത്രയത്തിൻ്റെ പാരമ്പര്യം ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആ ഒരു വരവിനെ എങ്ങനെയാണ് അങ്ങ് കണ്ടിരുന്നത്? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടാണ് പ്രമാണ സ്ഥാനത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്. കാരണം പല്ലവർക്കാർ, മണിയേട്ടൻ, കുഞ്ഞുട്ടാട്ടൻ, നാണുമാരാർ, അതെല്ലാം കഴിഞ്ഞ് പരമേശ്വരൻ വയ്യാതെയായി. പിന്നെ പൂരപ്പറമ്പിൽ മേളപ്പെരുക്കം, പൂരാവേശം അത് തുടരുകയാണ്.